കൊച്ചിയിലെ റോഡുകളിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ദുരിതയാത്രയാണ്. മെട്രോ നിർമ്മാണ പ്രവർത്തനങ്ങളും ഗതാഗതക്കുരുക്കും കാരണം യാത്രക്കാർ ആകെ വലയുകയാണ്. നഗരം കടക്കാൻ കുഴി നിറഞ്ഞ റോഡുകളും പൊടിയും മണിക്കൂറുകൾ നീളുന്ന ഗതാഗതക്കുരുക്കും താണ്ടണം. പൊളിഞ്ഞ നടപ്പാതകളും വീതി കുറഞ്ഞ റോഡുകളും അപകടത്തിന് കാരണമാകുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അതേസമയം മഴ മാറിയതോടെ പ്രധാന റോഡുകളിൽ ടാറിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങി. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. തകർന്ന നടപ്പാതകളും വീതി കുറഞ്ഞ റോഡുകളും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് പരാതികൾ ഉയരുന്നത്. വ്യക്തമായ സൂചനാ ബോർഡുകളോ ട്രാഫിക് നിയന്ത്രണങ്ങളോ ഇല്ലാത്തതും അപകട സാധ്യത കൂട്ടുന്നുണ്ട്. ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇരുചക്ര വാഹനങ്ങളുമായി നിരത്തിലിറങ്ങുന്നതെന്നാണ് ജനങ്ങളുടെ പരാതി. മഴ മാറി കുഴി നിറഞ്ഞ റോഡുകളിൽ ടാറിംഗ് പണികൾ ആരംഭിച്ചതോടെ മാസങ്ങളായുള്ള ദുരിതത്തിന് നേരിയ ശമനമുണ്ട്. കല്ലൂർ സ്റ്റേഡിയം ലിങ്ക് റോഡ്, കളമശ്ശേരി കുസാറ്റ് ചിറ്റത്തുകര റോഡ്, കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡ്, സിവിൽ ലൈൻ റോഡ് എന്നിവിടങ്ങളിലായി പരന്നു കിടന്ന കുണ്ടും കുഴിയും മെറ്റിലിട്ട് മൂടി. പക്ഷേ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണ് ഇവയിൽ ഭൂരിഭാഗം എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നഗരത്തിലെ പലയിടങ്ങളിലും റോഡുകളുടെ അവസ്ഥ ഇപ്പോഴും ദയനീയമാണ്. കൃത്യമായ ബദൽ സംവിധാനങ്ങൾ ഒരുക്കാതെ പണി തുടങ്ങുന്നവ അനന്തമായി നീളുന്നതും ജനങ്ങൾക്കുണ്ടാക്കുന്ന ദുരിതം ചെറുതല്ല.